പിള്ളേരെയും കൂട്ടി ഒരു മൂന്നാർ യാത്ര പോകാൻ പ്ലാനിട്ടപ്പം തൊട്ട് മഴയാണ്. എന്നാലും ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ ഏതായാലും മൂന്നാർ പോയിട്ടേ ഉള്ളൂ. അപ്പം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും വഴിയെ. ഏറ്റവും ഇളയ അലമ്പനാണ് അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ചാർജിങ് കഴിഞ്ഞ് 10:30 ആയപ്പോഴത്തേന് അടിമാലി ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി. പക്ഷേ വഴി നീളെ സമരക്കാർ വഴി തടയുന്നുണ്ടായിരുന്നു. ഒരു 5 കിലോമീറ്റർ അവർ വഴി തടയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അടിമാലിയിലൊക്കെ ഹർത്താലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴത്തേന് ഏകദേശം 2:30 കഴിഞ്ഞിരുന്നു. പിന്നെ നേരെ ചാർജിങ് സ്റ്റേഷനിൽ പോയി വണ്ടി ചാർജ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മൂന്നാറുള്ള ഷില്ല എനർജിയുടെ ചാർജിങ് സ്റ്റേഷൻ, പവേർഡ് ബൈ ചാർജ് ബോർഡ്. അവിടെ 3 ഗണ്ണുണ്ട്. ഇവിടെ ഒരു സിംഗിൾ ഗണ്ണും ഉണ്ട്. ഞങ്ങൾ താമസിച്ചത് ബ്രീസ് വാലി എന്ന് പറഞ്ഞ ആനച്ചാലുള്ള ഒരു റിസോർട്ടിലാണ്. അവിടുത്തെ റൂംസൊക്കെ വളരെ നല്ലതാണ്. ജോളിച്ചേട്ടൻ എന്നൊരു ആളുടെയാണ് സംഭവം. നല്ല നീറ്റ് റൂംസാണ്. അവർക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഹോം സ്റ്റേ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഞാൻ ജോളിച്ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ കാണുന്ന ബസ് KSRTCയുടെ ഡബിൾ ഡെക്കർ, മൂന്നാറിലെ ടൂറിസ്റ്റുകളെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന ബസ്സാണ്. KSRTC എടുത്ത് നല്ലൊരു തീരുമാനമാണ്. നല്ല രസമാണ് ബസ് കാണാൻ. പുറം രാജ്യങ്ങളിലേക്ക് പോലെയുണ്ട്. അതുകൊണ്ട് ഡബിൾ ഡെക്കർ ബസ് അങ്ങനെ ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കി നീങ്ങുന്നു. നമ്മളും ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കി നീങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. സംഭവം നല്ല അടിപൊളിയാണ്. ബസ്സിലെ യാത്രയും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബസ് എല്ലായിടത്തും ഇങ്ങനെ നിർത്തി അങ്ങനെയാണ് പോകുന്നതെന്നാണ് അറിഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എവിടെയോ ഏതോ ഒരു നല്ലൊരു ലൊക്കേഷനിൽ ബസ് നിർത്താൻ സാധ്യതയുണ്ട്. സിഗ്നലിട്ട് അങ്ങോട്ട് പോവുകയാണ് കണ്ടോ. നമുക്ക് ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ടെമ്പോ ട്രാവലറിൻ്റെ ഫ്രണ്ടിലിടാം. ഐസ്ക്രീം എല്ലാം വേണം. എടാ മാത്തു, നിനക്ക് കയറണമെങ്കിൽ കയറിക്കോടാ. ഗ്യാപ്പ് റോഡിലിറക്കാം, ഞങ്ങൾ പുറകെ വരാം, കുഴപ്പമൊന്നുമില്ല. മൂന്നാറിന്ന് ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിക്ക് ഉള്ളൊരു നല്ലൊരു ബ്യൂട്ടി സ്പോട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒന്ന് മഴ മാറിയായിരുന്നെങ്കിൽ നമുക്ക് ഡ്രോൺ പറപ്പിച്ച് നല്ലൊരു ഷോട്ട് എടുക്കാമായിരുന്നു. ടോള് പൈസ കൊടുക്കാൻ മുട്ടായി തരത്തില്ലേ? ആ സ്കീമൊക്കെ ഇപ്പം മാറി. അത് കൊള്ളായിരുന്നു.
ഉടുമ്പൻചോല വഴി കുട്ടിക്കാനം പോകാമെന്നോർത്താണ് ഇരിക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്നലെ അതുകൊണ്ട് മാട്ടുപ്പെട്ടിയൊക്കെ പോയി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. വലിയ തിരക്കും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് തിരക്ക് കുറവാണ്, പക്ഷേ നല്ല മഴയാണ്, ചാറ്റൽ മഴയാണ്. അങ്ങനെ ഒത്തിരി കാലം കൂടി പിള്ളേരുമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു. ആദ്യം നിന്ന് അങ്ങ് നടത്തി, അടിപൊളിയായി. ഹോട്ടൽ ടാജോ, ടാജിലൊന്നും കയറാനുള്ള താമ്പിയറല്ലടാ, നോക്കാം. ഞങ്ങൾ റിഫ്രഷ് ആകാനൊക്കെ വേണ്ടി കയറിയൊരു കടയാണ്. തിരിച്ചു വന്നപ്പോൾ നല്ല നീറ്റ് ബാത്റൂമൊക്കെയാണ്. ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.